Welcome to BSc Main Physics, Semester 5, Paper 4 Atomic and Molecular Physics, Unit 2 Continuation. And today the topic is Zeeman effect. Unit 2 Continuation, Atomic Spectra, Paper 4 Atomic and Molecular Physics, Semester 5, Class number 16, Zeeman effect. Zeeman effect. So what is Zeeman effect? What is Zeeman effect? Zeeman effect is a magneto-optical phenomenon discovered by Zeeman in 1896. It is classified into two, namely normal Zeeman effect and anomalous Zeeman effect. Zeeman effect is a magneto-optical phenomenon discovered by Zeeman in 1896. It is classified into two, namely normal Zeeman effect and anomalous Zeeman effect. 1896 സീമൻ കണ്ടെത്തിയ ഒരു പ്രതിഭാസം, ഒരു ഫിനോമിനനാണ് സീമൻ എഫക്റ്റ്, സീമൻ പ്രഭാവം. അതൊരു മാഗ്നറ്റോ ഒപ്റ്റിക്കൽ ഫിനോമിനനാണ്, അതായത് കാന്തിക പ്രകാശിക ഫിനോമിനൻ. കാന്തശക്തിയും കാന്തിക മണ്ഡലവും അതുപോലെ ഈ ലൈറ്റും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ കാണിക്കുന്ന ഒരു പ്രതിഭാസം, മാഗ്നറ്റോ ഒപ്റ്റിക്കൽ ഫിനോമിനൻ. നമ്മൾ കുറച്ച് കഴിഞ്ഞ് സ്റ്റാർക്ക് എഫക്റ്റ് പഠിക്കും. സ്റ്റാർക്ക് എഫക്റ്റ് പറയുമ്പോൾ അത് ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഫിനോമിനൻ എന്ന് പറയും. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് രണ്ട് കമ്പോണൻ്റ് ആണല്ലോ. അപ്പോൾ സീമൻ എഫക്റ്റ് മാഗ്നറ്റോ ഒപ്റ്റിക്കൽ ഫിനോമിനൻ, സ്റ്റാർക്ക് എഫക്റ്റ് ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഫിനോമിനൻ. അപ്പോൾ ഒരു മാഗ്നറ്റോ ഒപ്റ്റിക്കൽ ഫിനോമിനനാണ് സീമൻ എഫക്റ്റ്. രണ്ട് തരത്തിലെന്ന് പറയാറുണ്ട്: നോർമൽ സീമൻ എഫക്റ്റ്, അനോമലസ് സീമൻ എഫക്റ്റ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ സീമൻ എഫക്റ്റിൻ്റെ മീനിങ് എന്താണ്? If a source of light producing line spectrum is placed in a magnetic field, the spectral line is split up into two or three components. This is called normal Zeeman effect. If the splitting of the line is into more than three components in a weak magnetic field, it is called anomalous Zeeman effect. അതായത് നമുക്ക് നോക്കാം. If a source of light producing line spectrum is placed in a magnetic field, the spectral line is split up into two or three components. This is called normal Zeeman effect. And if the splitting of the line is into more than three components in a weak magnetic field, it is called anomalous Zeeman effect. ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു സ്പെക്ട്രൽ ലൈൻ കടത്തിവിട്ടാൽ, ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഇരിക്കുകയാണെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഇരിക്കുകയാണെങ്കിൽ ലൈൻ സ്പെക്ട്രമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈൻ സ്പെക്ട്രമുള്ള ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് നിന്നുള്ള പ്രകാശം ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടന്നുപോയാൽ, ലൈൻ സ്പെക്ട്രം എമിറ്റ് ചെയ്യുന്ന സോഴ്സ് ഓഫ് ലൈറ്റിലെ റേസ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടന്നുപോയാൽ അത് ആ സ്പെക്ട്രൽ ലൈൻ രണ്ടോ മൂന്നോ കമ്പോണൻ്റായിട്ട്, രണ്ടോ മൂന്നോ ഘടകങ്ങളായിട്ട് മാറും. ഒരു ലൈനിന് പകരം നമുക്ക് രണ്ട് ലൈനോ അല്ലെങ്കിൽ മൂന്ന് ലൈനോ കിട്ടും. ഇങ്ങനെ കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ സീമൻ എഫക്റ്റ്. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ലൈൻ സ്പെക്ട്രത്തിലെ ഒരു ലൈൻ രണ്ടോ മൂന്നോ കമ്പോണൻറ്റുകളായിട്ട് ഭാഗിക്കുന്നതിനെയാണ് നമ്മൾ നോർമൽ സീമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരം ഒരു സോഴ്സ് ഒരു വീക്ക് ഫീൽഡിലാണെങ്കിൽ ഇത് അനേകം കമ്പോണൻറ്റ്, മൂന്നിൽ കൂടുതൽ അനേകം കമ്പോണൻ്റായിട്ട് ഒരു വീക്ക് ഫീൽഡിൽ ഈ ലൈൻ സ്പ്ലിറ്റ് ചെയ്യാം. അന്നേരം അതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ സീമൻ എഫക്റ്റ്. നമുക്ക് നോർമൽ സീമൻ എഫക്റ്റ് ക്ലാസിക്കൽ തിയറി വെച്ചിട്ടും, ക്ലാസിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി വെച്ചും, അതുപോലെ ക്വാണ്ടം തിയറി വെച്ചും പ്രൂവ് ചെയ്യാം. എന്നാൽ അനോമലസ് സീമൻ എഫക്റ്റ് നമുക്ക് ക്വാണ്ടം തിയറി വെച്ച് മാത്രമേ പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നോർമൽ സീമൻ എഫക്റ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് യൂസിങ് classical electromagnetic theory and also by quantum theory, but anomalous Zeeman effect can be only explained using quantum theory. And now we can see normal Zeeman effect. The first topic is normal Zeeman effect. The normal Zeeman effect is a lengthy essay, so it is split into two classes, this class and the theory in the next class, normal Zeeman effect. There are two classes for normal Zeeman effect, and the two classes combined
into various type of question for your examination. The first one is normal Siemann effect experimental study. ആദ്യം നമ്മൾ പഠിക്കുന്നത് നോർമൽ Siemann എഫക്റ്റ് ആണ്. അതിൻ്റെ പരീക്ഷണം എങ്ങനെയാണ്, എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഈ പടം നന്നായിട്ട് വരയ്ക്കുക. എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് കാണിച്ചിരിക്കുകയാണ്. ഇലക്ട്രോ മാഗ്നറ്റ് അതിന് പോൾ പീസസ് PP എന്ന് പറയും. PP ഇലക്ട്രോ മാഗ്നറ്റ് പോൾ പീസൺ. അത് അതിനകത്തൂടെ ഒരു ഹോൾ ഡ്രിൽ ചെയ്തിരിക്കുകയാണ്. റേസിന് കടന്നു പോകാനായിട്ട്, ലൈറ്റ് റേസിന് കടന്നു പോകാനായിട്ട് ഒരു ഹോൾ ഡ്രിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നേരെ അങ്ങോട്ട് നോക്കാം. അവിടെ നേരെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അത് ഒരു ലോഞ്ചിറ്റ്യൂഡിൽ വ്യൂ ആയിട്ട് വരും. ലൈറ്റിൻ്റെ ഒരു ലോഞ്ചിറ്റ്യൂഡിൽ വ്യൂ ആയിട്ട് വരും മാഗ്നറ്റിക് ഫീൽഡിൽ. നമുക്ക് ഈ സൈഡിൽ വെച്ച് നോക്കാം. താഴെ ആണ് ഈ പടത്തിൽ വരച്ചിരിക്കുന്ന എസ് ഒരു സ്പെക്ട്രോസ്കോപ്പാണ്. അപ്പോൾ എം എന്നുള്ളത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അതിൻ്റെ പോൾ പീസ് ആണ് PP. ഇടയ്ക്കാണ് സോഴ്സ്, ലൈൻ സ്പെക്ട്രം എമിറ്റ് ചെയ്യുന്ന ലാമ്പാണ് L. എസ് രണ്ട് സ്പെക്ട്രോസ്കോപ്പ് കാണിച്ചിരിക്കുകയാണ്. അത് ശരിക്കും രണ്ട് സ്പെക്ട്രോസ്കോപ്പ് അല്ല, സ്പെക്ട്രോസ്കോപ്പിൻ്റെ രണ്ട് വ്യൂ ആണ്. അതായത് ഫീൽഡിന് പാരലായിട്ട് നമുക്ക് നോക്കാം, ഫീൽഡ് പെർപെൻഡിക്കുലറായിട്ട് നോക്കാം. ഫീൽഡിന് പാരലായിട്ട് നോക്കിയാൽ അതിന് ട്രാൻസ്വേഴ്സ് വ്യൂ എന്ന് പറയും. ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് സ്പെക്ട്രൽ ലൈനെ നോക്കിയാൽ അതിനെ നമ്മൾ അതിൻ്റെ ട്രാൻസ്വേഴ്സ് വ്യൂ എന്ന് പറയും. ഇപ്പോൾ രണ്ട് വ്യൂസാണ് ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നത്. ട്രാൻസ്വേഴ്സ് വ്യൂ ആൻഡ് ദി ലോഞ്ചിറ്റ്യൂഡിനൽ വ്യൂ. ഇലക്ട്രോ മാഗ്നറ്റ് എനർജൈസ് ചെയ്യാനായിട്ട് താഴെ ഒരു ബാറ്ററി അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പടം നിങ്ങൾക്ക് വ്യക്തമായി കാണും. പോൾ പീസസ് അത് ഇടയ്ക്ക് ഹോൾ ഡ്രിൽ ചെയ്താണ് ലൈറ്റിന് പാസ് ചെയ്യാൻ. എല്ലാണ് ലാമ്പ് ലൈൻ സ്പെക്ട്രം എമിറ്റ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. ഇലക്ട്രോ മാഗ്നറ്റ് എനർജൈസ് ചെയ്യാനൊരു ബാറ്ററി അറേഞ്ച്മെൻറ്റ്. പിന്നെ സ്പെക്ട്രോസ്കോപ്പ് നമുക്ക് രണ്ട് ദിശയിൽ, രണ്ട് ഡയറക്ഷൻ നോക്കാം. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിലായിട്ടും മറ്റത് ഫീൽഡിന് പെർപെൻഡിക്കുലർ ട്രാൻസ്വേഴ്സായും. അപ്പം നമ്മൾ ഈ സ്പെക്ട്രോഗ്രാഫിൽ കാണുന്ന ആ സ്പെക്ട്രത്തിൻ്റെ പടമാണ് നമ്മൾ അടുത്ത ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കാണുന്ന ദൃശ്യമാണ്. ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എങ്കിൽ, ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കൊരു സിംഗിൾ ലൈൻ കിട്ടും. അതാണ് ഒറിജിനൽ ലൈൻ. ഈ ലോഞ്ചിറ്റ്യൂഡിലുള്ള ആ മുകളിലുള്ള സ്പെക്ട്രോസ്കോപ്പിലുള്ള നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും രണ്ട് ലൈനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ആ നടുക്കുള്ള ലൈൻ കാണത്തില്ല. അതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും സിമെട്രിക്കായിട്ട് രണ്ട് ലൈനുകളായിട്ട് സ്പെക്ട്രം കാണും. അതിനെ ലോഞ്ചിറ്റ്യൂഡിൽ വ്യൂ എന്ന് പറയും. ഇവ രണ്ടും സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റുകളാണ്. പോളറൈസ്ഡ് റേ ആയിട്ട് മാറും. താഴെ കാണുന്ന പടത്തിൽ ട്രാൻസ്വേഴ്സ് വ്യൂ ആണ്. അവിടെ സെൻട്രൽ ലൈൻ കാണും. അത് പാരലി പോളറൈസ്ഡ് ആണ്. പിന്നെ അപ്പുറം ഇപ്പുറം രണ്ട് ലൈനും കാണും ഡി ലാംഡ വ്യത്യാസത്തിൽ. ആ ഡി ലാംഡയെ വിളിക്കുന്ന പേരാണ് സീമൻ ഷിഫ്റ്റ് ഇൻ വേവ് ലെങ്ത്. അതിൻ്റെ എക്സ്പ്രഷനാണ് നമുക്ക് പഠിക്കേണ്ടത് പ്രധാനമായും. അപ്പം അത് ഈ നടുക്കുള്ള കമ്പോണൻറ്റ് പാരലി പോളറൈസ്ഡും മറ്റത് രണ്ടും പെർപെൻഡിക്കുലർലി പോളറൈസ്ഡും ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ലൈറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഫീൽഡ് കൊടുക്കുമ്പോഴാണ് ആ താഴത്തെ രണ്ട് വ്യൂ, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വ്യൂ 2 ലൈൻസ്, മറ്റൊരു ട്രാൻസ്വേഴ്സ് വ്യൂ 3 ലൈൻസ്. ഇതാണ് വ്യൂ. ആ പടവും വരയ്ക്കണം. ഇനി നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കാം. എന്താണ് എക്സ്പെരിമെൻ്റ് നോക്കുക. ഇപ്പോൾ ഇവിടെ വായിക്കുമ്പോൾ ആ ചിത്രം നിങ്ങൾ നോർത്താൽ മതി. നിങ്ങൾ ബുക്കിനകത്ത് വരച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ബുക്കിൽ നോക്കിയാൽ മതി. ഇത് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ടു സ്റ്റഡി നോർമൽ Siemann എഫക്റ്റ് ഈ ഷോൺ ദി ഫിഗർ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ്, ഒന്നാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് നോർമൽ Siemann എഫക്റ്റ് പഠിക്കാനുള്ള എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. MM is an electromagnet capable of producing a very strong magnetic field. നോർമൽ Siemann എഫക്റ്റ് പഠിക്കുമ്പോൾ വെരി സ്ട്രോങ് ഫീൽഡാണ് ആവശ്യമായിട്ടുള്ളത്. അതിനുള്ള പോൾ പീസുകളാണ് എം എന്ന് പറയുന്നത്. ഈസ് കോണിക്കൽ പോൾ പീസസ് കോൺ ഷേപ്പിലാണ്. ഈസ് കോണിക്കൽ പോൾ പീസസ് ഹാവ് ലോഞ്ചിറ്റ്യൂഡിനൽ ഹോൾസ് ഡ്രിൽഡ് ത്രൂ ദം. ആ പോൾ പീസിനകത്ത് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിലായിട്ട് ഹോള് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എ സോഴ്സ് ഓഫ്
എ സോഴ്സ് ഓഫ് ലൈറ്റ് എമിറ്റിംഗ് ലൈൻ സ്പെക്ട്രം. ലൈൻ സ്പെക്ട്രമാണ് എമിറ്റ് ചെയ്യുന്നത്. A source of light emitting line spectrum, say a sodium vapor lamp, is placed between the pole pieces. പോൾ പീസുകൾക്കിടക്ക് ഒരു സോഡിയം വേപ്പർ ലാമ്പ് വെച്ചിട്ടുണ്ട്. ഈ സോഡിയം വേപ്പർ ലാമ്പ് ലൈൻ സ്പെക്ട്രം എമിറ്റ് ചെയ്യും. The spectral lines are observed with the help of a spectrograph. Yes, ഒരു സ്പെക്ട്രോസ്കോപ്പ് എസിൻ്റെ സഹായത്താൽ നമുക്ക് സ്പെക്ട്രം റെക്കോർഡ് ചെയ്യാം. ദി നോർമൽ സീമൻ എഫക്റ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ 2 ways. രണ്ട് വിധത്തിലാണ് നമ്മൾ നോർമൽ സീമൻ എഫക്റ്റിനെ കാണുക. ഒന്നാമത്തെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വ്യൂ എന്നാണ് ആ ടോപ്പിലുള്ള സ്പെക്ട്രോസ്കോപ്പിലൂടെ കാണുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ ഫീൽഡ് വ്യൂ. The position of the spectral line is noted without applying the magnetic field. Magnetic field കൊടുക്കാതെ നമ്മൾ ആ ലൈനിൻ്റെ സ്ഥാനം നോട്ട് ചെയ്യുക. The magnetic field is applied and the spectral line is viewed longitudinally. Magnetic field അപ്ലൈ ചെയ്യണം, എന്നിട്ട് സ്പെക്ട്രൽ ലൈനിനെ നമ്മൾ നോക്കണം. Through the holes drilled in the pole pieces. ആ പോൾ പീസിനകത്ത് കൂടിയാണ് ലൈറ്റ് കടന്ന് സ്പെക്ട്രോസ്കോപ്പിൽ എത്തുന്നത്. ഹെൻസ് ദ ഡയറക്ഷൻ ഈസ് പാരലൽ ടു ദി ഫീൽഡ്. അപ്പോൾ ഈ ഹോൾസിനകത്ത് കൂടി ലൈറ്റ് കടന്നു വരുമ്പോൾ അത് പാരലൽ ടു ഫീൽഡ് പാത്താണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദി സ്പെക്ട്രൽ ലൈൻ ഈസ് സ്പ്ലിറ്റ് അപ്പ് ഇൻ ദി 2 components. രണ്ടായിട്ട് ഭാഗിക്കും. The wavelength of one component is shorter and other is larger than the wavelength of original line. It is clear. The original line is not present. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വ്യൂവിൽ ഒറിജിനൽ ലൈൻ ഉണ്ടാകത്തില്ല. അവിടെ നമ്മൾ ഡോട്ടഡ് ലൈനാണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒറിജിനൽ ലൈൻ ഇല്ല എന്ന് കാണിക്കുന്നതാണ്. The 2 components are found to be symmetrically situated from the position of the parent line. ആ നടുക്കുള്ള ലൈൻ, അതായത് ഒറിജിനൽ ലൈനെ വിളിക്കുന്ന പേരാണ് parent line. These 2 lines are found to be circularly polarized in opposite directions. ഇപ്പോൾ പോളറൈസേഷൻ നമ്മളൊരു ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ട്. This is called normal ലോഞ്ചിറ്റ്യൂഡിനൽ സീമൻ എഫക്റ്റ്. അപ്പം അത് നോർമൽ ലോഞ്ചിറ്റ്യൂഡിനൽ സീമൻ എഫക്റ്റ് എന്ന് പറയും. അടുത്ത നമ്മൾ ആ താഴെ കാണിച്ചിരിക്കുന്ന സ്പെക്ട്രോസ്കോപ്പിലൂടെ നോക്കുന്ന കാര്യമാണ്. അന്നേരം അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വ്യൂ. ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദി നോർമൽ സീമൻ എഫക്റ്റ് ഈസ് ദി ട്രാൻസ്വേഴ്സ് സീമൻ എഫക്റ്റ്. നോർമൽ ട്രാൻസ്വേഴ്സ് സീമൻ എഫക്റ്റ്. ട്രാൻസ്വേഴ്സ് ഫീൽഡ് ഓഫ് വ്യൂ. Transverse field view. The spectral line is then viewed perpendicular to the field direction. അവിടെ perpendicular വ്യക്തമായിട്ട് എഴുതുക. The spectral line is then viewed perpendicular to field direction. In this case, line is split up into 3 components. ട്രാൻസ്വേഴ്സ് വ്യൂവിൽ നമുക്ക് 3 കമ്പോണൻറ്റ് കാണാൻ സാധിക്കും. when the magnetic field is applied, the central line has the same wavelength as the original line. ഇപ്പോൾ സെൻട്രൽ ലൈന് ഒറിജിനൽ ലൈനിൻ്റെ വേവ് ലെങ്ത് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് പ്ലെയിൻ പോളറൈസ്ഡ് വിത്ത് വൈബ്രേഷൻസ് പാരലൽ. ഇത് വൈബ്രേഷൻസ് പാരലൽ ടു ദി ഫീൽഡ്. ഇപ്പോൾ സെൻട്രൽ ലൈന് പാരലൽ to the field vibration ആയിരിക്കും. The outer lines are symmetrically situated on either side of the central line. സെൻട്രൽ ലൈനിൻ്റെ ഇരുവശങ്ങളായിട്ട് തുല്യ അകലത്തിലാണ് ഔട്ടർ ലൈൻസ്. The outer lines are also plane polarized. ഔട്ടർ ലൈൻസും പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. Having vibration in a direction perpendicular to the field. ഇപ്പോൾ വൈബ്രേഷൻ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. പ്ലെയിൻ പോളറൈസ്ഡാണ്.
The central line is also plane polarized with parallel with vibrations. You can write vibrations with vibrations. ആ വൈബ്രേഷൻ ചേർക്കാം. The central line is also polarized with vibrations. ആ വൈബ്രേഷൻ വാക്ക് ചേർക്കുക. With vibrations parallel to the field. ഇനി ഇവിടെ പഠിക്കേണ്ട ഒരു ഇക്വേഷനാണ് നമ്മൾ പ്രത്യേകം എഴുതേണ്ടത്. വെരി ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. പ്രോബ്ലമൊക്കെ ചോദിക്കുന്ന ഇക്വേഷനാണ്. പരീക്ഷയ്ക്ക് പ്രോബ്ലമൊക്കെ സാധാരണമാണ്. സീമൻ ഷിഫ്റ്റ് ഡി ലാംഡ. ഇപ്പം നമ്മൾ പഠിത്തം കാണിച്ചിട്ടുള്ള സെൻട്രൽ ലൈനിൽ നിന്ന് ഏതെങ്കിലും ഔട്ടർ ലൈനിലേക്കുള്ള വേവ് ലെങ്ത് വ്യത്യാസത്തെ വിളിക്കുന്ന പേരാണ് സീമൻ ഷിഫ്റ്റ് ഇൻ വേവ് ലെങ്ത് ഓർ സീമൻ വേവ് ലെങ്ത്. സീമൻ ഷിഫ്റ്റ്. The displacement of wavelength shift of either outer line from the central line is known as Siemann shift d lambda. ഇപ്പോൾ സെൻട്രൽ ലൈനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഔട്ടർ ലൈനിലേക്കുള്ള വേവ് ലെങ്ത് ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് സീമൻ ഷിഫ്റ്റ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ ഡി ലാംഡ ഈസ് ഇക്വൽ ബി ലാംഡ സ്ക്വയർ ബൈ 4πmc. d lambda is equal to b e lambda square, b into e into lambda square by 4πmc. എല്ലാ സിമ്പിളും നമുക്ക് പരിചയമുള്ളതാണ്. All symbols we know. Where lambda is the wavelength of original line, e electronic charge, b flux density of magnetic field applied, m mass of electron, c velocity of light. All values in the expression we know, hence we can find Siemann shift using this equation. And that is all with this lecture, the first part of the normal Siemann effect. In the second part, we study what is called the derivation based on Larmor precision. That we see in the next class, and it is also a part of the same essay, Siemann effect and its theory. Theory part we discuss in the next class. Thank you very much.